ചരിത്രം കുറിച്ച ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാന സൗരദൗത്യം ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്തെത്തി. ലഗ്രാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഓർബിറ്റിൽ പേടകം പ്രവേശിച്ചെന്ന് ISRO അറിയിച്ചു. മറ്റൊരു നാഴികക്കല്ലാണ് കുറിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ചു. ലഗ്രാഞ്ച് പോയിന്റ് 1-ൽ സുരക്ഷിതമായി എത്തി. ഭൂമിയിൽ നിന്ന് 5 ലക്ഷം കിലോമീറ്റർ അകലെ. സൗരരഹസ്യങ്ങളുടെ ചുരുളഴിക്കാമെന്ന ആവേശത്തിലാണിപ്പോൾ. ബഹിരാകാശ രംഗത്ത് ഇന്ത്യയുടെ മറ്റൊരു കുതിച്ചുചാട്ടം ISRO മനോഹരമായി കുറിച്ചിട്ടത് ആദിത്യ L1ന്റെ വാക്കുകളിലൂടെ. സെപ്റ്റംബർ 2-ന് സൂര്യരഹസ്യങ്ങൾ തേടി ശ്രീഹരിക്കോട്ടയിൽ നിന്ന് PSLV റോക്കറ്റിൽ വിക്ഷേപിച്ചതിനു ശേഷം 126 ദിവസത്തെ യാത്ര. ഭൂമിയുടെയും സൂര്യന്റെയും ആകർഷണങ്ങളിൽപ്പെടാത്ത ലഗ്രാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഭ്രമണപഥത്തിലെത്തിയത് 15 ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ച്. ശാസ്ത്രജ്ഞരുടെ അർപ്പണബോധത്തിന്റെ വിജയമെന്ന് ISROയ്ക്ക് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ അഭിനന്ദനം. സൂര്യന്റെ അന്തരീക്ഷത്തിലെ ചൂടും ബഹിരാകാശ കാലാവസ്ഥയിലും ഭൂമിയിലും വികിരണങ്ങൾ വരുത്തുന്ന മാറ്റങ്ങളും പഠിക്കുന്ന ദൗത്യം 5 വർഷം നീളും. സൂര്യന്റെ ഉപരിതലം, കൊറോണോഗ്രാഫ് എന്നറിയപ്പെടുന്ന സൂര്യന്റെ ബാഹ്യവലയങ്ങൾ, 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ബഹിരാകാശം എന്നിവയും പഠനവിധേയമാകും. ചന്ദ്രയാൻ 3 പേടകം സഞ്ചരിച്ചതിന്റെ 4 ഇരട്ടി ദൂരത്തു നിന്നാണ് ആദിത്യ പേടകം സൂര്യനെ നിരീക്ഷിക്കുന്നത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 7 പേലോഡുകളാണ് ആദിത്യയിലുള്ളത്. 4 എണ്ണം സൂര്യനെ നേരിട്ടും 3 എണ്ണം ലഗ്രാഞ്ച് പോയിന്റിലെ ഹാലോ ഓർബിറ്റിനെ കുറിച്ചും പഠിക്കും. 24 മണിക്കൂറും സൂര്യന്റെ ചിത്രം പേടകത്തിന് പകർത്താനാകും. നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയുമാണ് ഇതുവരെ സൗരദൗത്യങ്ങൾ നടത്തിയിട്ടുള്ളത്. സൗരദൗത്യത്തിൽ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇതോടെ ഇന്ത്യ. സയൻസ് ഡെസ്ക് റിപ്പോർട്ടർ.